ഹായ് ഫ്രണ്ട്സ്, ജഫി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടാണ്. ഒരു സോയാബീൻ ഫ്രൈ ആണ്. ഒറ്റ മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം ഒരു പാത്രം വെച്ച് ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓയിൽ ചൂടായ ശേഷം കുറച്ച് ഉലുവയും അതിൻ്റെ കൂടെ കുറച്ച് കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുകും ഉലുവയും ഒന്ന് പൊട്ടിയ ശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി. അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കണേ, അതിൻ്റെ പച്ച മണം പോകുന്നവരെ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. അങ്ങനെ അത് രണ്ടും ഒന്ന് ഇളക്കിയ ശേഷം പിന്നെ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഇതിലേക്കിടുന്നത് ഇഞ്ചിയാണ്. ഒന്ന് ഇളക്കിയ ശേഷം മുറിച്ച് വെച്ച ചെറിയുള്ളി കൂടെ ഇതിലേക്കിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നന്നായി ഒന്ന് വഴറ്റിയ ശേഷം പിന്നെ ആവശ്യമുള്ളത് സോയാബീനാണ്. ഇതൊക്കെ ഒന്ന് കുറച്ച് ഉണ്ടാക്കിയതാണ്. സോയാബീൻ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ, സൂപ്പറാണ്. അങ്ങനെ സോയാബീൻ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് നേരം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണേ. വെന്ത ശേഷം ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണേ. ഇനി നമുക്ക് വേണ്ട പൊടികൾ നോക്കാം. മഞ്ഞൾപ്പൊടിയാണ്, ഒരു ഇത്തിരി ഇട്ടാൽ മതി കേട്ടോ, ആവശ്യത്തിന് കളറുണ്ടല്ലോ. അങ്ങനെ കളർ വരാൻ കാരണം സോയാബീൻ ആദ്യം ഒന്ന് നല്ല ചൂടുവെള്ളത്തിൽ പുതിർത്തി വെക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വിട്ടുണ്ട്, അതാണ്. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. ഇത്തിരി ഇട്ടാൽ മതി കേട്ടോ, ആദ്യം പച്ചമുളക് ഇട്ടത് കൊണ്ട്. ഇടുന്നത് ഗരം മസാലയും കുരുമുളക് പൊടിയാണ്. അങ്ങനെ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. മിക്സാക്കിയ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരൊറ്റ മുട്ടയാണ് ഇതിനെടുക്കുന്നത്. അങ്ങനെ മുട്ട ഉടച്ച് പറഞ്ഞ് അതും കൂടെ നന്നായിട്ട് മിക്സാക്കി എല്ലായിടത്തും എത്തി വേവിച്ചെടുക്കണേ ആ മുട്ടയൊന്ന്. അങ്ങനെ നന്നായി മിക്സാക്കി ആ മുട്ട വെന്ത ശേഷം നമ്മൾ പുതിനച്ചപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയല്ലേ. അങ്ങനെ നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡി ആയിരിക്കുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടെ പറയുകയാണ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.